ഹായ് കൂട്ടുകാരെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ UP പരീക്ഷയൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ അടുത്തത് LP പരീക്ഷ എഴുതാൻ പോകുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് എന്നാൽ കഴിയുന്നൊരു സഹായമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ എന്തൊക്കെ സോഴ്സ് വെച്ചിട്ടാണ് പഠിച്ചത് അതൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് നമ്മുടെ പ്രൊഫഷണൽ കീ വന്നപ്പോഴത്തേക്കും ഒരു 70+ മാർക്സ് ഉണ്ട്. ജോലി കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഞാൻ ഒരുപാട് വർഷം കോച്ചിങ് ഒക്കെ ചെയ്തവരുടെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ എന്തൊക്കെ ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ് പഠിച്ചത്, എന്തൊക്കെയാണ് ഞാൻ പഠിച്ചത് എന്നുള്ളതാണ്. അതുപോലെ ഞാൻ അധികം നാളൊന്നും പഠിച്ചിട്ടില്ല. ഞാൻ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടേയിരുന്ന ഒരാളല്ല. ഞാൻ ആക്ച്വലി വേറെ എക്സാംസിനൊക്കെയാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. ജനറൽ PSC അല്ല ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം എനിക്ക് എങ്ങനെയാണ് വളരെ ഷോർട്ട് ആയിട്ടുള്ളൊരു സ്പാനിൽ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞത് അതൊക്കെയാണ് ഞാൻ ഇവിടെ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അധികം ലാഗൊന്നും അടുപ്പിക്കുന്നില്ല. പറയാനുള്ള കാര്യങ്ങൾ വളരെ ബ്രിസ്ക്കായിട്ട് ഷോർട്ടായിട്ട് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ സിലബസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് സ്റ്റിക്ക് ടു ദ സിലബസ്. ഈ സിലബസിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് മതി. അതിലൊന്നും എക്സ്ട്രാ പോയിന്റ് പോലും നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. ഞാൻ ഈ സിലബസിൻ്റെ ഒരു 85% പോർഷൻസ് ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കവർ ചെയ്യാതെ വിട്ടിരുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലയാളത്തിൻ്റെയൊക്കെ ഈ സാഹിത്യപരം എന്ന് പറഞ്ഞ ടോപ്പിക്സ് ഒന്നും ഞാൻ കവർ ചെയ്തിട്ടില്ല. സോ ഇത്തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ നിങ്ങൾക്കറിയാം അതിൽ നിന്നൊന്നും അധികം ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിച്ചിട്ടില്ല. പിന്നെ ഈ പെഡഗോജി ഞാൻ ഒരു 3-4 ടോപ്പിക്സേ കവർ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള ആ ഒബ്ജക്റ്റീവ്സ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ് ഒക്കെ തന്നെ ചെയ്യാൻ പറ്റും, നമ്മുടെ ഒരു ബോധത്തിൽ ചെയ്യാൻ പറ്റും എന്ന് കരുതി ഞാൻ വിട്ട ടോപ്പിക്സ് ആണ്. എന്തായാലും ദൈവം സഹായിച്ച് അവിടെ നിന്നൊന്നും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ല. ബാക്കി മലയാളം പറയുവാണെങ്കിൽ മലയാളം ഒന്നും നമ്മൾ പഠിച്ച ടോപ്പിക്കിൽ നിന്നൊന്നും അല്ല ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. കുറേ പഠിച്ചെങ്കിലും അതിൽ നിന്നൊന്നും വന്നില്ല. ഞാൻ ആകെ മലയാളം 4 മാർക്ക് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. എനിക്ക് ആദ്യം ഭയങ്കര വിഷമമായിരുന്നത്. പക്ഷേ പിന്നെ എനിക്ക് തോന്നി അതായിരുന്നു നന്നായിരുന്നത്. എല്ലാം കൂടി അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ എഴുതിയതിനും കൂടി മാർക്ക് കുറഞ്ഞേനെ. പിന്നെ ഞാൻ എന്തൊക്കെ ബുക്സ് വെച്ചിട്ടാണ് പഠിച്ചതെന്നാണ് നിങ്ങളടുത്ത് പറയാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടോപ്പിക്ക് പറയുവാണെങ്കിൽ നമ്മുടെ നവോത്ഥാനമൊക്കെ ഞാൻ ഈ ലക്ഷ്യയുടെ ഒരു റാങ്ക് ഫയൽ വെച്ചിട്ടാണ് പഠിച്ചത്. ഇത് മിക്കവാറും കൈ കാണും. ലക്ഷ്യോ ടാലൻറ്റോ ഏതെങ്കിലും ഞാൻ ഈ ഒരു ഒറ്റ റാങ്ക് ഫയലിൽ ഒതുക്കിയിട്ടുള്ളൂ പഠിത്തം. ഈ റാങ്ക് ഫയൽ ഫുൾ ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ ആകെ നവോത്ഥാനത്തിൻ്റെ ടോപ്പിക്ക് മാത്രമാണ് ഇതിൽ നിന്ന് കവർ ചെയ്തിട്ടുള്ളത്. ബാക്കിയെല്ലാം ഞാൻ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്ന സൈലത്തിൻ്റെ ആയിരുന്നു. അപ്പോൾ സൈലത്തിൻ്റെ ക്ലാസ് വെച്ചിട്ടാണ് ഞാൻ പഠിച്ചത്. അതും കംപ്ലീറ്റ്ലി ഞാൻ സൈലത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല. ബിക്കോസ് കുറേയൊക്കെ എൻ്റെ സബ്ജക്റ്റുകളൊക്കെ ഞാൻ തന്നെയാണ് പഠിച്ചത്. സയൻസ് ഒക്കെ ഞാൻ തന്നെയാണ് വായിച്ച് കവർ ചെയ്തത്. കാരണം ഞാൻ ആകെ ഒരു 3 മാസമായിട്ടുള്ളൂ സൈലത്തിൽ ജോയിൻ ചെയ്തിട്ട്. അതിന് ഒരു മാസം മുന്നേയൊക്കെ ആയിട്ട് ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. അപ്പം എനിക്ക് എല്ലാം കൂടി കവർ ചെയ്ത് പോകാനുള്ളൊരു ടൈം ഇല്ലായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് പോർഷൻസ് മാത്രമേ അതിനകത്ത് നോക്കിയിട്ടുള്ളൂ. ദെൻ ഈ ഒരു ടോപ്പിക്സ് ഒക്കെ ഞാൻ ഈ ലക്ഷ്യയുടെ റാങ്ക് ഫയലിൽ നിന്നാണ് പഠിച്ചത്. INC അതേപോലെ തന്നെ നമ്മുടെ ആദ്യത്തുള്ള ആ നവോത്ഥാനമൊക്കെ. ബാക്കി പോർഷൻ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയേണ്ട റാങ്ക് ഫയൽ ഫുൾ എന്താ പറയുക തൊട്ടിട്ട് പോലുമില്ല ഞാൻ ഇതൊന്നും. കാരണം അതിൻ്റെ ആവശ്യമില്ല. ഇടയ്ക്ക് ഒരു ബാങ്കിങ്ങിൻ്റെ ആട്ടോ നിങ്ങൾ മാർക്ക് ചെയ്ത പേജുണ്ട്. ബാങ്ക് ദേശീയ സൽക്കരണം മാത്രം ഞാൻ ഇത് നോക്കി പഠിച്ചിട്ടുണ്ട്. ബാക്കി ഇത് ഫുൾ കാലിയാണ്. ഒന്നും ഞാൻ തൊട്ട് പോലും നോക്കിയിട്ടില്ല. അപ്പം ടെക്സ്റ്റ് ബുക്ക് മാത്രം പഠിച്ചാൽ മതി. സത്യം പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു റാങ്കിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ. നമുക്കല്ലാതെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഇത്തവണത്തെ എക്സാം എഴുതിയവർക്കറിയാം, പഠിച്ചിട്ട് എഴുതിയവർക്കറിയാം. SCRT എന്നുള്ള പോയിന്റ്സ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് കംപ്ലീറ്റും. ഒന്നും GK ഒക്കെ മാത്രമേ ഉള്ളൂ പുറത്ത് ചോദിച്ചത്. പിന്നെ മലയാളം ഇംഗ്ലീഷും ബാക്കിയൊക്കെ അവർ പ്യോർലി SCRT ആണ്. 1-2 ക്വസ്റ്റൻസ് മാത്രമേ ഉള്ളൂ പുറത്തുനിന്ന് വന്നിട്ടുള്ളത്. ദെൻ ഞാൻ പിന്നെ ആശ്രയിച്ചൊരു ബുക്കാണ് ഈ PQ ഹണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ LP UPയുടെ ബുക്ക്. ഇത് ഞാൻ ഫുൾ ഒന്നും ചെയ്ത് കൊടുത്തിട്ടില്ല. ഇതിലൊരു ഫസ്റ്റ് 4 to 5 ക്വസ്റ്റൻസ് ഞാൻ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. കാണാൻ ഞാൻ അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നത് ഭയങ്കര ഇമ്പാക്റ്റാണ്. അപ്പോൾ അതെല്ലാവരും പറയാറുണ്ട് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്താൽ നമ്മൾ പഠിക്കും എന്നുള്ളത്. പക്ഷേ എക്സാമിനാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ കഴിഞ്ഞ വട്ടത്തെ ക്വസ്റ്റ്യൻ അത്ര ഒന്നും കടുത്തിട്ടില്ല. കഴിഞ്ഞ വട്ടം ഒരുപാട് ഇതേമാതിരത്തെ കൂടുതലും ചോദിച്ചതെല്ലാം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റൻസ് ആയിരുന്നു. അവിടെ പ്രസ്താവന 1 ശരി 2 ശരി ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. ഇത് 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ബട്ട് ഇത്തവണ അങ്ങനത്തെ ക്വസ്റ്റൻസ് ഒന്നുമില്ല. കൂടുതലും 1 വേർഡ് ക്വസ്റ്റൻസ് ആയിരുന്നു. സോ സത്യത്തിൽ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം കണ്ടപ്പോൾ എനിക്കൊരു നിരാശയാണ് തോന്നിയത്. കാരണം എന്തൊക്കെയോ കുറേ പഠിച്ചു. എല്ലാം ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ഒക്കെയാണ് പഠിച്ചിട്ട് പോയത്. ഇൻ ബിറ്റ്വീൻ സെൻറ്റൻസസ് ചോദിക്കുന്നത് അത് ഉപകാരം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും എനിക്ക് എക്സാമിന് അത്യാവശ്യം എളുപ്പമായിട്ട് എഴുതാൻ പറ്റിയത്. ബട്ട് എന്നാലും അത്ര ഒരു ആഴത്തിലുള്ള വേണ്ടായെന്ന് എനിക്ക് തോന്നി. അപ്പോൾ LP പഠിക്കുന്നവർ ഇനി ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ടെക്സ്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും ആ സിലബസിലുള്ള ടോപ്പിക്സ് നിങ്ങൾ കവർ ചെയ്തിട്ട് പോകാൻ നോക്കുക. ആവശ്യമില്ല അത് എല്ലായിടത്തും വാരി വലിച്ച് പഠിക്കാതെ സിലബസിൽ എന്ത് പറഞ്ഞിരിക്കുന്നു ആ ചാപ്റ്റേഴ്സ് മാത്രം നിങ്ങൾ പഠിക്കുക. അല്ലാതെ എല്ലാം കൂടിയിട്ട് പഠിക്കാനുള്ള ടൈം നിങ്ങൾക്ക് ഇല്ല. ആകെ ഇനി കുറച്ച് ദിവസങ്ങളും കൂടിയല്ലേ ഉള്ളൂ നിങ്ങളുടെ മുന്നിൽ. അപ്പോൾ എന്താണോ സിലബസിലുള്ളത് അത് മാത്രം കവർ ചെയ്യുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇനിയുള്ള ദിവസങ്ങളെങ്കിലും നിങ്ങൾ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുക. അപ്പോൾ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അത് OMR തന്നെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഇങ്ങനെ ഒരു ബുക്ക് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻ ഒന്നും വർക്ക്ഔട്ട് ചെയ്തില്ല. അങ്ങനെ ഞാൻ വാദിക്കുന്നില്ല നിങ്ങളോട്. ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ അങ്ങനെയുള്ള രീതിയിലൊന്നും ഞാൻ വർക്ക്ഔട്ട് ചെയ്തിട്ടില്ല. ഞാൻ ഇടയ്ക്കൊക്കെ ഓരോ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യാറുണ്ട്. ഈ ഇതിൽ കാണുന്ന അത്ര ക്വസ്റ്റ്യൻ തന്നെ ഞാൻ വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളൂ. ഇതിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഈ മാർക്ക് കൊണ്ടൊന്നും എങ്ങനെ എത്തില്ല സജീവ കാർഡെന്ന്. അപ്പം ഇതിനകത്ത് കാണുന്ന ഇത്ര ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളൂ. ഇത്ര ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എക്സാം ഹാളിൽ കയറുമ്പോൾ ഒരു പകപ്പ് ഉണ്ടാവില്ല. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഓർത്ത് ഒരു ടെൻഷൻ നമുക്ക് ഉണ്ടാവില്ല. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പറ്റുമെങ്കിൽ OMR തന്നെ ഒരു 2-3 ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അതാണ് ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ടൈം തയ്ക്കുകയോ നിങ്ങൾ ടൈമർ സെറ്റ് ചെയ്തിട്ട് ഒരു 1.25 മണിക്കൂർ ടൈമർ സെറ്റ് ചെയ്തിട്ട് ചെയ്യുക. നിങ്ങൾ അത്യാവശ്യം പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ 1.25 മണിക്കൂർ തന്നെ നിങ്ങളുടെ എക്സാം കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. ഞാൻ ഇത് സോഷ്യലും ടെക്സ്റ്റൊക്കെ പഠിക്കാനായിട്ട് യൂസ് ചെയ്തത് ഈ ടെക്സ്റ്റാണ് PSC പള്ളിക്കൂടത്തിൻ്റെ. വേറെ ടെക്സ്റ്റ് ഒരുപാട് അവൈലബിൾ ആണ്. ബട്ട് ഞാൻ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ടെക്സ്റ്റാണ് കേട്ടോ. ഇതിലെല്ലാം ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ആ സിലബസിലുള്ള ചാപ്റ്റേഴ്സ് മാത്രമാണ് ഞാൻ പിൻ പോയിന്റ് ചെയ്ത് പഠിച്ചത്. വേറെ ഒരു ചാപ്റ്റേഴ്സ് ഞാൻ പഠിച്ചിട്ടില്ല. അതേപോലെ സയൻസിലും ഞാൻ ഇവരുടെ തന്നെ ഈ ബുക്കാണ് ഡിപ്പെൻഡ് ചെയ്ത്. ഇത് പിന്നെ ഞാൻ ഒരുവിധം എല്ലാ ടോപ്പിക്സും ഉണ്ടല്ലോ നമ്മുടെ സിലബസിൽ. അതുകൊണ്ട് ഒരുവിധം എല്ലാം കവർ ചെയ്തിട്ടുണ്ടായിരുന്നത് കുറേയൊക്കെ കവർ ചെയ്തത്. ഈ ബുക്ക് നല്ലതാണ്. ഈ ബുക്കൊന്ന് വാങ്ങിക്കാനുള്ള ഒരു ടൈം നിങ്ങൾക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഉള്ള ബുക്ക് നിങ്ങൾ മാക്സിമം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഉള്ള ബുക്കിനകത്തുനിന്ന് സിലബസിലുള്ള ചാപ്റ്റേഴ്സ് മാത്രം എടുത്ത് പഠിക്കുക. പിന്നെ
പിന്നെ ഞാൻ ഒരു ചാപ്റ്റർ പഠിച്ചപ്പോൾ കണ്ടൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നദികളുടെ നീളം ചോദിച്ചിട്ടുണ്ടല്ലോ, തേർഡ് ലോങ്സ്റ്റ് റിവർ ഏതാണ്. അപ്പോൾ അതൊക്കെ ഈ ഒരു പോയിന്റിൽ നിന്നാണ് ചോദിച്ചത്. ബട്ട് ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു ബുക്കിൽ, അതായത് PSC പള്ളിക്കൂടത്തിൻ്റെ ബുക്കിൽ ഈ മഹാനദി സിഹാവ നല്ല കൊടുത്തിരിക്കുന്നത്, മറ്റെന്തോ ഒരു സ്ഥലമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഓർമ്മയില്ല. പിന്നീട് ഞാൻ ഇത് പുതിയ എഡിഷൻ ടെക്സ്റ്റ് ബുക്കാണ്. ഈ ടെക്സ്റ്റ് ബുക്ക് 2023 ടെക്സ്റ്റ് ബുക്കിൽ ചെറിയൊരു മാറ്റമുണ്ട്. അത് ഈ മഹാനദിക്കും നർമ്മദയ്ക്കുമാണ് ഈ മാറ്റം വരുന്നത്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് നോക്കണം കേട്ടോ. ഇതിൽ നിന്നാണ് ആ നീളം അനുസരിച്ചുള്ള ഒരു ഓർഡർ വന്നിരിക്കുന്നത്. അപ്പം ഇതിൽ എനിക്ക് എക്സാം എഴുതിയിട്ട് എനിക്ക് മനസ്സിലാകുന്ന വെച്ചാൽ മിക്ക ക്വസ്റ്റൻസും ടെക്സ്റ്റിൽ നിന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റൻസ് തന്നെയാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഹാരപ്പയുടെ നിലമുഴുത് മറിച്ചതിൻ്റെ തെളിവുകൾ ചോദിച്ചാലും അതൊക്കെ ഡയറക്റ്റ് നമ്മൾ ടെക്സ്റ്റ് നല്ലതായിട്ട് വായിച്ചാൽ മാത്രം കിട്ടുന്ന ഒരു പോയിന്റാണ് അതൊക്കെ. അപ്പോൾ നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ പഠിത്തം എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിലേക്ക് മാത്രമായിട്ട് അങ്ങോട്ട് ഒതുക്കുക. അധികം കിടന്ന് വാരി വലിച്ചിട്ടൊന്നും പഠിക്കാനായിട്ടൊന്നും നിൽക്കണ്ട. പിന്നെ ഷോർട്ട് നോട്ട്സ് എഴുതുന്ന സഹായിക്കും. നിങ്ങൾ വിചാരിക്കും ഇനി ഷോർട്ട് നോട്ട്സ് എഴുതാൻ സമയമുണ്ടോ? ഉണ്ട് കൂട്ടുകാരെ, ഉണ്ട്. നിങ്ങൾക്ക് ലാസ്റ്റ് ദിവസം ഹോളി കയറുന്നതിന് മുമ്പ് എല്ലാം ഒന്ന് നോക്കി പോകണമെങ്കിൽ ഇതാ ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾ എഴുതി വയ്ക്കും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കണമെങ്കിൽ നിങ്ങൾ മറന്നു പോകുന്നു തോന്നുന്ന കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ട് ഇനിയുള്ള 14 ദിവസം മതി. നിങ്ങൾ ആ ദിവസങ്ങൾ ഇത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിനിൽ അങ്ങ് പതിയും. അപ്പോൾ ഇത് ഞാൻ സയൻസിന് വേണ്ടിയിട്ട് എഴുതി വെച്ചിട്ടുള്ളതാണ്. ഇത് പെട്ടെന്ന് നോക്കുമ്പോൾ എനിക്ക് എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇതൊന്നും എടുത്ത് നോക്കും. അപ്പോൾ ഇത് കുറേയൊക്കെ എൻ്റെ ബ്രെയിനിൽ ഇങ്ങനെ പതിയും. ഇതെല്ലാ പോയിൻ്റ് ഒന്നുമില്ല, ഒരു ചാപ്റ്ററിൽ വളരെ കുറച്ച് പോയിന്റ്സ് മാത്രമേ ഞാൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ളൂ. അതേപോലെ സോഷ്യലിനും ഞാൻ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട് ഇതേപോലെ. അപ്പോൾ നമുക്കൊരു ഓർമ്മ കാണും നമ്മുടെ തലയിൽ ഇതൊക്കെ ഇവിടെ ഉണ്ട്, നമുക്കൊന്ന് ഉറപ്പിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇങ്ങനെ എഴുതി വയ്ക്കുക. പിന്നെ മാത്സിനാണെങ്കിലും ഞാനൊരു ഷോർട്ട് നോട്ട്സ് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഇതൊക്കെ നിങ്ങൾ വിചാരിക്കരുത് ഇതൊക്കെ ഞാൻ മുന്നേ എഴുതാൻ ഒരിക്കലും അല്ല. ഈ എക്സാമിന് ഒരു 2 ആഴ്ച മുന്നെയാണ് ഞാൻ എഴുതാൻ തുടങ്ങിയത്. സമയമുണ്ട്, നമ്മൾ വിചാരിച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും സമയമുണ്ട്. അപ്പോൾ എനിക്ക് ലാസ്റ്റ് എല്ലാം കയറുന്നതിന് മുമ്പ് ഒന്ന് നോക്കി വെക്കാൻ പറ്റി. പിന്നെ ഈ മാത്സ് ഒക്കെ ട്രിക്കായത് കാരണം ട്രിക്കൊക്കെ ചിലപ്പോൾ ഞാൻ മറന്നു പോകും. എന്ന് പറഞ്ഞാൽ നേരെ ചെയ്യാനാണെങ്കിൽ എനിക്കറിയാം, ബട്ട് ട്രിക്ക് ഒക്കെ പെട്ടെന്ന് എൻ്റെ മെമ്മറി അങ്ങ് പോകും. കാര്യം എന്താണെന്ന് വെച്ചാൽ ട്രിക്ക് ഒരു എല്ലാത്തിനും കൂടി ട്രിക്ക് ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ആകും. കുറച്ചൊക്കെ നമ്മൾ നേരായ മാർഗ്ഗം പഠിച്ച് വെക്കണം. എന്നാലും എല്ലാം അങ്ങ് നേരായ മാർഗ്ഗത്തിലൂടെ നമുക്ക് സോൾവ് ചെയ്യാനുള്ള ഒരു ടൈം കാണില്ല. ഇതൊരു കോമ്പറ്റീറ്റീവ് എക്സാം അല്ലേ. അപ്പോൾ നമ്മൾ ട്രിക്ക് ആകുമ്പോൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഇതേപോലെ ഇതിപ്പോൾ നോക്കി ഒരു ചാപ്റ്ററിന് ഒരു പേപ്പറൊക്കെ കാണത്തുള്ളൂ ട്രിക്ക്. അതേപോലെ ഞാൻ പെട്ടെന്ന് മറന്നു പോകുന്ന ക്വസ്റ്റൻസ് ഒക്കെ ഞാൻ ഇതേപോലെ ക്വസ്റ്റൻ ഒന്ന് എഴുതി വെച്ച് ടൈപ്പ് 1 ടൈപ്പ് 2 എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റൻ എഴുതി വെച്ചിട്ട് അതെങ്ങനെയാണ് സോൾവ് ചെയ്യണം ചെറിയൊരു രീതിയിൽ ഇങ്ങനെ എഴുതി വെക്കും. അതാകുമ്പോൾ നോട്ട്സ് ഫുൾ എടുത്ത് നോക്കണ്ട. എന്നെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു 10, 15 അല്ലെങ്കിൽ 20 പേപ്പറുള്ള നോട്ട് കാണുമ്പോൾ എനിക്ക് ടെൻഷൻ ആവും ഓരോ ചാപ്റ്ററിനും. അതുകൊണ്ട് ഞാൻ ചാപ്റ്റർ വൈസ് ഇതേപോലെ ഒരു ഷോർട്ട് നോട്ട്സ് ആണ്. ഇതിൻ്റെ മാത്സിൻ്റെ കംപ്ലീറ്റ് ഷോർട്ട് നോട്ട്സ് ഇതിനകത്തുണ്ട്. സോ എല്ലാം ഞാൻ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അതേപോലെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഓരോന്നിനും നിങ്ങൾ ഷോർട്ട് നോട്ട്സ് ചെയ്യുക. ഞാൻ ലാസ്റ്റ് മിനിറ്റിൽ ടെൻഷൻ അടിക്കുന്നവരോടാണ് പറയുന്നത്. ആദ്യം തൊട്ട് വർഷങ്ങളായിട്ട് പഠിക്കുന്നവരോടല്ല ഞാൻ ഇതൊന്നും പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്നെ പൊങ്കാലിടാൻ വരെ ഇത് വീഡിയോ കണ്ടിട്ട് ലാസ്റ്റ് മിനിറ്റ് എന്നെ പോലെ ലാസ്റ്റ് മിനിറ്റ് പഠിക്കുന്നവരെ പറ്റിയിട്ടാണ് ഞാൻ. അതായത് HSC ഒക്കെ വെയിറ്റ് ചെയ്തിട്ടൊന്നും വിളിക്കാതെ അവസാനം ഗതികെട്ട് UP പഠിക്കേണ്ടി വന്ന കുറച്ച് ആൾക്കാർ കാണുന്നത്. അവരെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുള്ളതുകൊണ്ടോ മറ്റു ഫാമിലി ബുദ്ധിമുട്ടുള്ളതുകൊണ്ടോ ഒക്കെ പഠിത്തം ഡിലേ ആയിട്ടുള്ള ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ ഇനിയുള്ള ദിവസങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് റാങ്ക് ഫ്രണ്ടിലായിട്ട് കയറാൻ പറ്റും. കാരണം അത്ര ഡിഫിക്കൽട്ട് ആയിരുന്നില്ല UP എക്സാം. ഇനി LP അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് എനിക്കറിയില്ല. എന്നാലും ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് അല്ലേ. എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുക, നല്ല നടക്കുന്നു നമ്മൾ പ്രതീക്ഷിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, നല്ലതായിട്ട് പഠിക്കുക. ഇച്ചിരി ഉറക്കം കഴിഞ്ഞാലും കുഴപ്പമില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ ഉറക്കം കഴിഞ്ഞാലും ആ ഒരു എക്സാമിൻ്റെ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു സമാധാനം ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. നമ്മൾ ചെയ്തു, നമ്മൾ വർക്ക് ചെയ്തു, അതിനുള്ള എന്താ പറയുക ഒരു റിസൾട്ട് നമുക്ക് ഉണ്ടാകുന്ന അറിയുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് ഉണ്ടാകുന്നത്. സോ യെസ്, അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഞാൻ ഇതൊക്കെയാണ് പഠിച്ചത്. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കുക. എന്ത് ഹെൽപ്പ് ഉണ്ടെങ്കിലും ഞാൻ ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ ചാനൽ ഒരു വീഡിയോ ഇട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുൻപ് ഒരു യൂട്യൂബ് ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാനത് പറഞ്ഞു പോയി. എനിക്ക് 70+ മാർക്സ് ഉണ്ട്, കിട്ടുമോ എനിക്കറിയില്ലായിരുന്നു. സീരിയസ്ലി ഇത് കിട്ടുമല്ലോ കിട്ടുമെന്നൊന്നും ഇപ്പോഴും എനിക്കറിയില്ല. അപ്പോൾ അതിൽ ഒരുപാട് പേര് എന്നെ പൊങ്കാല ഇട്ടു, കുറേ ഷോ കാണിക്കലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുന്നെങ്കിൽ ഞാൻ അവിടെ പറയുന്നില്ല, ഞാൻ ഇവിടെ പറയണം, എൻ്റെ ചാനലാണ് ഞാൻ പറയുന്നത്. ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുന്നെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ദിസ് എ ബിഗിനർ ചാനൽ, അതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി വലിയ ആധികാരികമായിട്ട് വീഡിയോ എടുക്കാനോ എഡിറ്റ് ചെയ്യാനൊന്നും അറിയില്ല. അപ്പോൾ എനിക്ക് പറ്റുന്ന ഒരു ഹെൽപ്പ്, എന്നെപ്പോലെ പകച്ച് നിന്ന ആൾക്കാർക്ക് ഒരു ഹെൽപ്പ് എന്നുള്ള നിലയിൽ മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഓക്കെ, അപ്പോൾ അതിനെ ആ രീതിയിൽ കാണുക. ആൻഡ് യെസ്, താങ്ക് യു. പിന്നെ ഇനി സൈലത്തിലാണ് പഠിച്ചെന്ന് പറഞ്ഞാൽ ആരും എന്നെ പൊങ്കാല ഇടാൻ വേണ്ട. ഇത് സൈലത്തിൻ്റെ പ്രൊമോഷനൊന്നും അല്ല. ഇനി ആൾക്കാർ വിചാരിക്കും എനിക്കറിയില്ല സൈലത്തിന് അഗേൻസ്റ്റ് ആയിട്ട് ഒരു ടാർഗറ്റിംഗ് ഇപ്പോൾ ഓൺലൈനായിട്ടൊക്കെ നടക്കുന്നുള്ള പോലെ എനിക്ക് തോന്നി. ഏതെങ്കിലും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് സൈലത്തിനെ പറ്റി എന്തെങ്കിലും നല്ലത് പറഞ്ഞാൽ അപ്പോഴേ തെറിവിളിയാണ്. എനിക്കറിയില്ല എന്താണെന്നുള്ളത്. സൈലം ഓഫ് കോഴ്സ് നല്ല ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, വളരെ നല്ല ക്ലാസ്സാണ്. സൈക്കോളജിക്ക് മൻസൂർ അലി സാറിൻ്റെ അല്ലാതെ ഒന്നും ചോദിച്ചിട്ടില്ല. സാറാണോ ക്വസ്റ്റൻ ഇടുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആൾക്കാർ. സാറല്ല ക്വസ്റ്റൻ ഇടുന്നത്, പക്ഷേ സാർ വർഷങ്ങളായിട്ടുള്ള ക്വസ്റ്റൻ പേപ്പർ അനലൈസ് ചെയ്തിട്ടാണ് സാർ ഇതൊക്കെ പഠിപ്പിക്കുന്നത്. സോ യെസ്, അത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.